അങ്ങനൊരു നിലപാട് അവർ വ്യക്തമാക്കുമ്പോഴല്ലേ ഞങ്ങളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. LDF-ന് എന്ത് ബന്ധം? ആ വിട്ടു വരുമ്പോഴല്ലേ അങ്ങനൊരു നിലപാട് അവർ വ്യക്തമാക്കുമ്പോഴല്ലേ ഞങ്ങളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. എന്തിനാണ് മുൻകൂട്ടി പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ മാത്രമല്ല, അങ്ങനെ അവഗണനയും അവജ്ഞയും അനുഭവിക്കുന്ന, ചവിട്ടും കുത്തുമേൽക്കേണ്ടി വരുന്ന, കോൺഗ്രസ് പാർട്ടിക്കകത്ത് ചവിട്ടും കുത്തുമേൽക്കേണ്ടി വരുന്ന ആളുകൾ ആരെങ്കിലും അങ്ങനെ ഒരു നിലപാട് പരസ്യമായി സ്വീകരിച്ചുകൊണ്ട് പുറത്തു വരുമ്പോൾ ആരെങ്കിലും വഴിയാധാരയായി പോകുമോ? ിൻ്റെ വനിതാ മുഖമായി ഞങ്ങൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരാളാണ്. എല്ലാറ്റിൻ്റെയും ഭാഗത്ത് ചടുലമായിട്ട് നഗരത്തിൽ നിന്നുകൊണ്ട് ഇടപെടുന്ന, കോർപ്പറേഷൻ ഭരണത്തിൻ്റെ ഒക്കെ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നതല്ലേ. അങ്ങനെ ഒരു വനിതാ മുഖം അല്ലെങ്കിൽ ഒരു വനിതാ നേതാവിനെ ഇത്ര ഹീനമായി അകറ്റി നിർത്തേണ്ട കാര്യം എന്താണ്? ഞങ്ങൾക്കിപ്പോൾ നാളെ അവർ നമ്മളോട് വരുന്നൊന്നല്ല, പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു സമീപന രീതിയാണത്. അല്ല, വരുന്നതൊന്നല്ല എന്നല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അത് തന്നെയല്ലേ. അതെങ്ങനെയാ LDF ആയിട്ട് വരിക? അതെന്തൊരു ചോദ്യം അത്? അതായത് കോൺഗ്രസിൻ്റെ വനിതാ നേതാവായ കഴിഞ്ഞ തവണയൊക്കെ കോർപ്പറേഷനിലെ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറായി പ്രവർത്തിച്ച KC ശോഭിത, അവരെ കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വം, അതുപോലെ തന്നെ AICCക്കാണ് പരാതി കൊടുക്കുന്നതെന്ന് കേൾക്കുമ്പോൾ KPCC നേതൃത്വവും ജില്ലാ നേതൃത്വത്തിൻ്റെ കൂടെയാണെന്ന് വേണമല്ലോ ന്യായമായി മനസ്സിലാക്കാൻ, പരിഗണിക്കാൻ, കാണേണ്ടത്. അപ്പോൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇവരെ അവഗണിക്കുന്നു, അകറ്റി നിർത്തുന്നു. ഒരു തരത്തിലും ഇവരെ പരിഗണിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അവരുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന് പരാതി കൊടുക്കുന്നു. അതിൽ LDF-ന് എന്ത് കാര്യം?